ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്നലെ രാത്രിയാണ് ഞാൻ ദൃശ്യം ക്ലൈമാക്സ് എഴുതി ക്ലോസ് ചെയ്തത്. മോഹൻലാലും ജിത്തു ജോസഫും ഒന്നിച്ചാൽ അതൊരു ഗംഭീര സിനിമയാകുമെന്ന് കണ്ണടച്ച് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന കാര്യമാണ്. പ്രേക്ഷകർക്ക് ആ ജോഡിയിൽ അത്രയ്ക്ക് വലിയ വിശ്വാസമാണ്. കാരണം അവരിൽ നിന്നും പുറത്തിറങ്ങിയ 4ഓളം ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ചത് ഗംഭീര ചിത്രങ്ങളായിരുന്നു. ആ ചിത്രങ്ങളുടെ ഒരു ക്വാളിറ്റി ഇനി വരാൻ പോകുന്ന ചിത്രങ്ങൾക്കും ആകാംക്ഷ കൂട്ടുകയുള്ളൂ. എന്നാൽ 5 ചിത്രങ്ങളോളം ഇവർ തമ്മിൽ ഒന്നിച്ചു. ഒരു ചിത്രം മാത്രമേ ഉള്ളൂ ഇതുവരെ അവരുടെ മുന്നിലേക്ക് എത്താത്തത്, റാം എന്ന ചിത്രം. അതിനുവേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. റാം അണിയറയിൽ ഒരുങ്ങുന്നുണ്ടെന്നാണ് സൂചനകൾ. എന്നിരുന്നാലും ഇതിന്റെയൊക്കെ മുകളിലുള്ള ആകാംക്ഷയാണ് ഇവരുടെ അടുത്ത ഒന്നിക്കലിനായി പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. അത് ദൃശ്യം 3ക്ക് വേണ്ടിയാണ്. ഇപ്പോൾ ദൃശ്യം 3യുമായി ബന്ധപ്പെട്ട ഒരു ഗംഭീര അപ്ഡേറ്റ് അദ്ദേഹം പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികളെ ആവേശത്തിന്റെ മുൾമുനയിൽ നിർത്തിച്ച ചിത്രമായിരുന്നു ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ദൃശ്യം. മികച്ച തിരക്കഥയുടെയും അഭിനയ മുഹൂർത്തങ്ങളുടെയും പിൻബലത്തിൽ സിനിമാസ്വാദകരുടെ ഇഷ്ടം പിടിച്ചുപറ്റിയ സിനിമയ്ക്ക് ഒരു 2ാം ഭാഗവും ഉണ്ടായി. ചിത്രത്തിന്റെ 3ാം ഭാഗം ഒരുങ്ങുന്നു എന്ന വാർത്തയും ആരാധകർ ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. ഇപ്പോഴത്തെ സിനിമയുടെ വമ്പൻ അപ്ഡേറ്റ് പങ്കുവച്ചിരിക്കുകയാണ് ജിത്തു ജോസഫ്. സിനിമയുടെ ക്ലൈമാക്സ് എഴുതി പൂർത്തിയാക്കിയെന്നാണ് ജിത്തു പറയുന്നത്. മിറാഷ്, വലതുവശത്തെ കള്ളൻ എന്നീ സിനിമകളുടെ ചിത്രീകരണത്തിനിടയിൽ രാവിലെ 3:30 എഴുന്നേറ്റാണ് സിനിമയുടെ ക്ലൈമാക്സ് പൂർത്തിയാക്കിയതെന്നും ജിത്തു കൂട്ടിച്ചേർത്തു. താൻ മാനസികമായും ശാരീരികമായും തളർന്നിരുന്നുവെന്നും ഇപ്പോൾ ആശ്വാസമായെന്നും ജിത്തു പറയുന്നുണ്ട്. ഇന്നലെ രാവിലെയാണ് ഞാൻ ദൃശ്യം 3 ക്ലൈമാക്സ് എഴുതി തീർത്തത്. ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതി പൂർത്തിയാക്കി. ഇത്രയും നാളും ഇതിന്റെ ഒരു ടെൻഷനിൽ ആയിരുന്നു. മിറാഷ് എന്ന ആസിഫ് അലി ചിത്രത്തിന്റെ ഷൂട്ട്, വലതുവശത്തെ കള്ളൻ സിനിമയുടെ ഷൂട്ടും ഉണ്ടായിരുന്നു. ഈ സിനിമകളുടെ ചിത്രീകരണത്തിനിടയിൽ എന്നും രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് ദൃശ്യം 3 എഴുതും. ഒരു സ്ട്രഗിൾ ആയിരുന്നു. മെന്റലി ഫിസിക്കലി എല്ലാം വളരെ തളർന്നിരുന്നു. പക്ഷേ ഇന്നലെ ആശ്വാസമായി. ഇവിടെ വന്നപ്പോൾ ഞാൻ ദൃശ്യം സിനിമയുടെ മ്യൂസിക് കേട്ടു. അപ്പോൾ എന്റെ മനസ്സിലൂടെ സിനിമയുടെ 1ാം ഭാഗവും 2ാം ഭാഗവും 3ാം ഭാഗവും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു വല്ലാത്ത ഫീലാണ്. ജിത്തു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഫിലിം ആൻഡ് ഡ്രാമ ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ജിത്തു ജോസഫ്. ഇത് പ്രേക്ഷകർ കേൾക്കുകയും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും കൂടാതെ ദൃശ്യം 3 ക്ലൈമാക്സ് പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വാക്കുകൾ എത്തുമ്പോൾ ആ വാക്കുകളുണ്ട് പ്രേക്ഷകരുടെ ഏറ്റവും വലിയ ആകാംക്ഷ. മലയാളത്തിൽ ത്രില്ലർ സിനിമകൾക്ക് പുതിയൊരു ബെഞ്ച് മാർക്ക് നൽകിയ ചിത്രമായിരുന്നു മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ദൃശ്യം. ജോർജ് കുട്ടിയും കുടുംബവും അവരുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടങ്ങളും മലയാളി പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിച്ചപ്പോൾ ഒരു 2ാം ഭാഗവും സിനിമയ്ക്ക് ഉണ്ടായി. ഇന്ത്യയും കടന്ന് ചൈനീസും കൊറിയനും ഉൾപ്പെടെ നിരവധി ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടിരുന്നു. മലയാളത്തിലെ ആദ്യ 50 കോടി ചിത്രമായിരുന്നു ദൃശ്യം. 2013 ഒക്ടോബർ 19 പുറത്തിറങ്ങിയ ചിത്രം അന്നുവരെയുള്ള എല്ലാ റെക്കോർഡുകളുമാണ് തകർത്തെറിഞ്ഞത്. 75 കോടിയിലധികമായിരുന്നു ആദ്യ ഭാഗം തിയേറ്ററുകളിൽ നിന്നും നേടിയത്. തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ ഭാഷകളിലേക്ക് ചിത്രം റീമേക്ക് ചെയ്യപ്പെട്ടിരുന്നു. മോഹൻലാലിനൊപ്പം മീന, ഹൻസിബാസൻ, ആശ ശരത്, സിദ്ദിഖ്, എസ്തർ അനിൽ തുടങ്ങിയവരായിരുന്നു ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ. 2021 ഫെബ്രുവരി 19 ദൃശ്യം 2ാം ഭാഗം പുറത്തിറങ്ങിയത്. ആമസോൺ പ്രൈമിലൂടെ OTT റിലീസായിട്ടായിരുന്നു ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിയത്. എന്നാൽ ദൃശ്യം എന്ന ചിത്രത്തിന്റെ 3ാം ഭാഗം സ്ക്രിപ്റ്റ് പൂർത്തിയാകുന്നതിന് മുമ്പേ തന്നെ ജിത്തു ജോസഫും ആന്റണി പെരുമ്പാവൂരും മോഹൻലാലും ഒക്കെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് എന്ന് തുടങ്ങുമെന്നുള്ള റിപ്പോർട്ട് വരെ പങ്കുവച്ചു. ഇപ്പോഴാണ് ജിത്തു ജോസഫ് പറഞ്ഞത് ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതി പൂർത്തിയാക്കി എന്ന കാര്യം. അത്രയ്ക്ക് കോൺഫിഡൻസ് ആയിരുന്നു അവരുടെ പ്രഖ്യാപനമെന്ന് കേൾക്കുമ്പോഴാണ് പ്രേക്ഷകർ അതിശയിച്ചിരിക്കുന്നതും. എന്തായിരുന്നാലും ജിത്തു എഴുതി തീർത്തല്ലോ, അപ്പോൾ ഒരു ഗംഭീര സംഭവം തന്നെയായിരിക്കും വരാൻ പോകുന്നത് എന്ന് പ്രേക്ഷകർ തന്നെ ഇപ്പോൾ പറയുകയാണ്. മലയാള സിനിമ തന്നെ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ തന്നെയാണ് ദൃശ്യം എന്ന ചിത്രത്തിന്റെ 3ാം ഭാഗം.